അങ്ങനെ കോൺഗ്രസിൻ്റെ യുവരാജാവ് മുട്ടുമടക്കാൻ തയ്യാറായിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഡോക്ടർ ശശി തരൂർ MP-യെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ തീരുമാനം. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ വളരെ ശക്തമായി ഇക്കാര്യം രാഹുലിനോട് ആവശ്യപ്പെട്ടു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. നേതാക്കളുടെ സമ്മർദ്ദം താങ്ങവയ്യാതെയാണത്രേ രാഹുൽ ശശി തരൂരിനെ കണ്ട് സംസാരിക്കാം, മഞ്ഞുരുക്കാം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നും നമ്മുടെ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ രാഹുൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അതോ ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോയി വലിയ തിരിച്ചടി കേരളത്തിൽ കോൺഗ്രസ്സിന് കൊടുക്കും എന്ന് ഭയന്നിട്ടാണോ? ശശി തരൂരിൻ്റെ നിലപാടുകൾ എക്കാലത്തും കോൺഗ്രസ്സിന് വെല്ലുവിളിയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. സിന്ദൂറിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് വിദേശങ്ങളിൽ പോയി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിശദീകരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കോൺഗ്രസിൻ്റെ 5 MP-മാരെ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കിയവരാണ് കോൺഗ്രസ്സുകാർ. എന്നാൽ ആ ഓപ്പറേഷൻ സിന്ദൂരിൽ രാജ്യത്തിനോടൊപ്പം ഉറച്ചു നിന്ന തരൂർ പാർലമെൻറ്റിൽ എപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തന്നെയാണ് പിന്തുടർന്നത് എന്ന് ഉറക്കെ പറയുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോട് താൻ വിയോജിച്ചത് അദ്ദേഹം ഊന്നിപ്പറയുന്നു. അവിടെ കോൺഗ്രസ്സിന് തെറ്റുപറ്റി എന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ല എന്നാണ് തരൂർ പറയുന്നത്. അതുപോലെ തന്നെ SIR-ൻ്റെ കാര്യത്തിലും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ നടപടിയിലും അദ്ദേഹം പൂർണ്ണ പിന്തുണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നു. അവിടെയും കോൺഗ്രസിൻ്റെ നിലപാട് അദ്ദേഹം തള്ളിക്കളയുന്നു. എന്നാൽ യഥാർത്ഥ വോട്ടർമാർക്ക് ഒരു കാരണവശാലും വോട്ടവകാശം നഷ്ടപ്പെടരുത് എന്ന നിർബന്ധവും തരൂർ ഉന്നയിക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി എന്ന ആക്ഷേപത്തോട് തരൂർ ഒട്ടും തന്നെ പ്രതികരിച്ചിട്ടില്ല. അതൊരു ഉണ്ടയില്ല വെടിയാണ് എന്ന് തരൂരിന് നല്ല ബോധ്യമുണ്ട് എന്നാണ് ആ ഒറ്റ കാര്യത്തിൽ തരൂരിൻ്റെ മൗനം തെളിയിക്കുന്നത്. ഇങ്ങനെയെല്ലാം നിലപാടെടുക്കുന്ന തരൂർ ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിനെ വൻ പ്രതിസന്ധിയിലാക്കിയിട്ട് MP സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു നീക്കം എവിടെയോ നടക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു എന്ന ഭയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഇത് അവർ വളരെ സമർത്ഥമായി രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് നിർബന്ധം ഒഴിവാക്കി തരൂരുമായിട്ട് സംസാരിക്കാം എന്ന നിലപാടെടുത്തത്. ഇതേക്കുറിച്ച് തരൂർ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ ഒഴിവാക്കിയാണ് ഞാൻ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത്. എന്നിട്ടും എന്നെ അവഗണിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്തത്. അതേക്കുറിച്ച് ഞാൻ പുറത്തൊന്നും പറയുന്നില്ല. എനിക്ക് അതൃപ്തിയുണ്ട്. മാധ്യമങ്ങളോട് ഞാൻ ആ അതൃപ്തി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പാർട്ടിക്കുള്ളിൽ പറയും. അന്ന് എന്നെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ലിറ്റററി ഫെസ്റ്റിവലിൽ ഞാൻ വന്ന് പങ്കെടുത്തത്. തരൂർ കോഴിക്കോട് എത്തിയപ്പോൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ദീപാദാസ് മുൻഷി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല. തൻ്റെ അതൃപ്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ SIR-ൻ്റെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, അതുപോലെ ഓപ്പറേഷൻ സിന്ദൂരിൽ സ്വീകരിച്ച നിലപാട്, സത്യത്തിൽ അതൊക്കെ വേണം കോൺഗ്രസ് സ്വീകരിക്കേണ്ടിയിരുന്നത്. അവിടെ രാഹുൽ അതിനൊന്നും സമ്മതിച്ചില്ല. രാഹുലിൻ്റെ എതിർപ്പ് ഈ 2 വിഷയങ്ങളിലും SIR-നോടും അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനോടുമുള്ള രാഹുലിൻ്റെ നിലപാട്, എതിർപ്പ് ഒക്കെ സത്യത്തിൽ നമ്മുടെ രാഷ്ട്രത്തിനോട് കാണിക്കുന്ന എതിർപ്പും വിരോധവുമൊക്കെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ്.
അതായത് മറ്റുള്ളവർക്ക് ഒരു വടി കൊടുത്തിട്ട്, തൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് കയ്യിലൊരു വടി വെച്ചു കൊടുത്തിട്ട് പുറം കാണിച്ചു കൊടുക്കുകയാണ്, എന്നെ അടിച്ചോ ഞാൻ കൊണ്ടോളാം എന്ന രീതിയിൽ. ഇതാണ് രാഹുൽ ഈ രണ്ട് വിഷയങ്ങളിലും ചെയ്തത്. SIR ആരംഭിച്ചത് നെഹ്റുവിൻ്റെ കാലത്താണ്. ഇപ്പോൾ SIR നടക്കുന്നതിന് മുമ്പ് 9 തവണ SIR നടന്നിട്ടുണ്ട്. 2002 ശേഷം പിന്നീട് SIR നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ SIR സംബന്ധിച്ച ഇപ്പോൾ ആവശ്യകത വളരെ കൂടുതലാണ് എന്നെല്ലാവർക്കും അറിയാം. ഒരു കൂട്ടം ആൾക്കാർ SIRനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടും വിജയിച്ചില്ല. കോടതി അവരുടെ നിലപാട്, അവരുടെ ആവശ്യം ഒക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. SIR സത്യസന്ധവും സുതാര്യവുമായി നടക്കണം എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെയാണ് നിലപാട്. എന്നാൽ കോൺഗ്രസ് SIRേ വേണ്ട എന്ന നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ SIR നടന്നാൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ SIRന് ശേഷം SIR പൂർത്തിയായി കഴിയുമ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകും എന്ന ഭയമാണോ അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഇരിക്കട്ടെ, ഈ വിഷയത്തിലെല്ലാം തരൂർ വളരെ ശക്തമായ നിലപാടെടുത്തു. ഒരു ദേശീയ പാർട്ടി കൂടിയായ കോൺഗ്രസ് എടുക്കേണ്ട നിലപാടാണ് തരൂർ എടുത്തു മാതൃക കാണിച്ചത്. പക്ഷേ അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ രാഹുൽ തരൂരിന് എതിരായ നിലപാടെടുക്കുകയും തരൂരിനെ ഒരു ശത്രുവിനെ പോലെ കാണുകയും ചെയ്തു. നോക്കൂ, സ്വന്തം പാർട്ടിക്കുള്ളിൽപ്പെട്ട ഒരു നേതാവിനെ ഇങ്ങനെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എത്ര നാൾ ഈ രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അതും ശശി തരൂരിനെ പോലെ മിടുക്കനായ ഒരാളെ. ഈ ചോദ്യത്തിന് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്തിനെ ഭയപ്പെട്ടാണെങ്കിലും ശരി, താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് നല്ല കാര്യം തന്നെ. തരൂരുമായിട്ട് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ തരൂർ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കും എന്ന് തീർച്ചയാണ്. ഈ പറഞ്ഞതുപോലെ തരൂർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നില്ലെങ്കിലും അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് കേരളത്തിൽ ചുവടുറപ്പിച്ചാൽ അത് കേരളത്തിലെ UDFൻ്റെ, കോൺഗ്രസിൻ്റെ വിജയത്തെ സാരമായി ബാധിക്കും എന്ന് തീർച്ചയാണ്. ഇന്നത്തെ നിലയ്ക്ക് LDFും BJPയും NDAയും ഒക്കെ തരൂരിനെ കണ്ടമാനം പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി അതിലൂടെ കിട്ടും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം വളരെ ശരിയാണ്. ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുൽ ഗാന്ധി തരൂരുമായിട്ട് സംസാരിക്കാം എന്ന ഒരു തീരുമാനമെടുത്തത്. അതിന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ, തീർച്ചയായിട്ടും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ മാർഗനിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. തരൂരിനെ വിടാതെ കോൺഗ്രസിനുള്ളിൽ പിടിച്ചു നിർത്തിയാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും ഗുണം ചെയ്യും. മറിച്ച് അദ്ദേഹം പിണങ്ങി പ്രചാരണത്തിനിറങ്ങാതെ മാറി നിന്നാൽ അതിൻ്റെ ദോഷവും കോൺഗ്രസും UDFും തന്നെ അനുഭവിക്കണം. കാരണം സ്ത്രീകളെയും ചെറുപ്പക്കാരെയും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ അടുത്തെങ്ങും എത്തില്ല അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഈ പിടിവാശിയൊക്കെ മാറ്റിവെച്ച് മര്യാദയ്ക്ക് ശശി തരൂരുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോയാൽ രാഹുൽ ഗാന്ധിക്ക് നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് BJP ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.